ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് കേരള വികസനത്തിനുള്ള രണ്ടാം ഘട്ട നടപടികളുമായി CPM വന്നിരിക്കുകയാണ്. ഇനിയൊരു വിജയം സംഭവിക്കുമോ എന്നുള്ള കാര്യത്തിൽ CPM ഘടകങ്ങൾക്ക് തന്നെ വളരെ സംശയമുള്ള ഒരു സമയമാണ്. ഇവിടെ ചർച്ചകൾ പലതും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം ഇനിയൊരു ഭരണ തുടർച്ച ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ രണ്ടാം ഘട്ട കേരള വികസനം ഒരു തള്ള് നമ്മൾ കേട്ടതാണ്, ദാരിദ്ര്യ മുക്ത കേരളം. അത് എന്താണെന്നുള്ളത് നമ്മുടെ തെരുവുകളിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇപ്പോഴും വിശന്നിരിക്കുന്ന എത്ര പേരുണ്ടെന്നുള്ളത്. അപ്പോൾ അതൊന്നും സർക്കാരിൻ്റെ കണ്ണിപ്പെടുന്നില്ല. ഇപ്പം കേരള വികസനത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോഴത്തെ അടുത്ത ഒരു ലക്ഷ്യമെന്നാണ് CPM പറയുന്നത്. ഇത് ഭരണ തുടർച്ച ലക്ഷ്യമിട്ടുള്ളതല്ലേ? ഇങ്ങനെ ഒരു വികസനം കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇപ്പം വികസിപ്പിച്ച് കേരളം എവിടം വരെ വികസിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്താണ് ചേട്ടന് പറയാനുള്ളത്? പ്രശാന്ത്, നമുക്ക് പ്രത്യേകിച്ച് പറയാനെന്ന് പറയുന്നത്, ഈ ഭരണം രണ്ടാമത് കിട്ടാൻ വേണ്ടിയിട്ട് CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ചില ബുദ്ധി കേന്ദ്രങ്ങളുണ്ട്. ഇവർക്ക് ചില പഠന ഈ പറയുന്ന എല്ലാ വിഭാഗത്തിലും, ഇപ്പോൾ ഡോക്ടേഴ്സിലാണെങ്കിൽ അവർക്ക് അവരുടെ യൂണിയൻ, ഡോക്ടേഴ്സിൻ്റെ യൂണിയനുണ്ട്, ശാസ്ത്രജ്ഞന്മാരുടെ യൂണിയനുണ്ട്, ഗവേഷണ വിദ്യാർത്ഥികൾക്ക് യൂണിയനുണ്ട്, ഇവർക്ക് എല്ലാത്തിനും ആളുണ്ട്. അപ്പോൾ ഇവർ ഈ പറയുന്ന പോലെ നവകേരള എന്ന് പറഞ്ഞുകൊണ്ട്, നവകേരളം എങ്ങനെ ഒരു പുതിയ കേരളം പടുത്തുയർത്താം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ കാശെടുത്തുകൊണ്ടൊരു സർവേ നടത്താൻ നോക്കി. കോടതി കൈയോടെ പിടിച്ച് സർക്കാരിൻ്റെ കാശെടുത്ത് നിങ്ങളൊന്നും ഉണ്ടാക്കണ്ട, നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ. അത് ഈ പറയുന്ന സെക്രട്ടറി കയറി ഓവറായിട്ട് ഇടപെട്ട് അത് കുളമായി കിട്ടി, അത് നമ്മൾ രക്ഷപ്പെട്ടു, ജനം രക്ഷപ്പെട്ടു. ഇവിടെ ഇപ്പോൾ ഇവർ ജനകീയാസൂത്രണം 996 EMS ജീവിച്ചിരിക്കുമ്പോൾ, കാര്യം ഇപ്പോൾ CPMന് പറ്റുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവർക്ക് എല്ലായിടത്തും ആളുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അവരെല്ലാം തന്നെ ഈ പാർട്ടിയുമായി അകന്നു കഴിഞ്ഞു. കാര്യം ആശയമല്ല, ഇവിടെ ഇപ്പോൾ ആമാശയമാണ് CPMനെ സംബന്ധിച്ചുള്ളത്. ആശയം പോയി ആമാശയത്തിലേക്ക് CPM പോയി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ EMS പോയി, EMS ബുദ്ധികേന്ദ്രമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ EMS ജീവിച്ചിരിക്കുമ്പോൾ 994 ഈ പറയുന്ന രീതിയിൽ EMSൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒന്നാം കേരള പഠന കോൺഗ്രസിലെ ആശയമായിരുന്നു ഈ ജനകീയ ആസൂത്രണം. അത് 96 നയനാർ ഭരിക്കുമ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്തു. പക്ഷേ എങ്കിലും 96 നയനാരുടെ ഭരണകാലത്ത് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തു എന്നുണ്ടെങ്കിലും അതിനൊരു ചെറിയ ഇമ്പാക്റ്റ് ഉണ്ടായി. പക്ഷേ അത് തുടർഭരണത്തിലൂടെ ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിലിപ്പോൾ മനസ്സിലാക്കാനുള്ളത്, ഈ നവകേരളം എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം കൊണ്ടുപോയി അത് ചീറ്റിയപ്പോൾ ഇനി അടുത്ത എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി ഉണ്ടായി എങ്ങനെയും വോട്ട് പിടിക്കുക എന്നുള്ള രീതിയാണ്. ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് വന്നിട്ട് അതിൻ്റെ പണം കൊടുക്കാനില്ല, അതിൻ്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിനായി കൊണ്ടുവന്നിട്ടുള്ള ഒരു നടപടി, അതും ചീറ്റിപ്പോയത് നമ്മളാണ്. ഇപ്പോൾ തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം 50% വർദ്ധിപ്പിക്കുമെന്നാണ് സർക്കാർ അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വയോജന സംരക്ഷണ കേന്ദ്രങ്ങൾ പലതും ഇവിടെ പാർട്ടി കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടും അത് പലതും തന്നെ ഇപ്പം പട്ടിയും പൂച്ചയും വെട്ടിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന കാഴ്ചകൾ എല്ലാ നാടുകളിലും ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു വയോജന കേന്ദ്രത്തിൽ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതാണ്, എല്ലാം ഇങ്ങനെ കൊട്ടിഘോഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ പക്ഷേ കാട് പിടിച്ചും പട്ടി വെറ്റും കിടക്കുകയാണ്, സാമൂഹ്യ വിരുദ്ധന്മാരുടെ സങ്കേതമായി കള്ള് പിടിക്കാനും കഞ്ചാവ് വലിക്കാനും മറ്റ് കുൽസിത പ്രവർത്തനങ്ങൾക്കുമായിട്ടാണ് ഇങ്ങനെയുള്ള വയോജന കേന്ദ്രങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം കൊട്ടിഘോഷിച്ച് കൊണ്ടുപോയിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ ഏതെങ്കിലും ഒരിടത്ത് കൊണ്ട് കെട്ടിക്കൂട്ടിയിട്ടിട്ട് അത് നാട്ടുകാർക്ക് മുഴുവൻ ശല്യമാക്കി ഇടുന്നല്ലോ. അതിനുള്ള നിർമ്മാർജ്ജന പദ്ധതികളൊന്നും തന്നെ കണ്ടിട്ടില്ല. അല്ല, നമ്മൾ അത് കണ്ടതാണ്. തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലെ VK പ്രശാന്ത് MLA ഓഫീസിനോട് ചേർന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്ലാസ്റ്റിക് കൊണ്ട് അടുക്കി വെച്ചിരുന്നത്. അത് കണ്ടല്ലോ നമ്മുടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് എനിക്ക് എൻ്റെ നാട്ടിൽ തന്നെ കാണാനായിട്ടുണ്ട്. കാരണം ഞാൻ മുൻപ് വർക്ക് ചെയ്തിരുന്ന ഓഫീസിൻ്റെ സൈഡിൽ കൊണ്ടുപോയിട്ട് ഒരു കെട്ടിടം പണിതിട്ട് അവിടെ മുഴുവൻ കൂട്ടിയിട്ട് പാമ്പും പഴുതാരാൻ കാരണം കൊണ്ട് ആ ഓഫീസിൻ്റെ വളപ്പിലേക്ക് കയറാൻ പറ്റാത്ത രീതിയിലായിട്ട് നാട്ടുകാർ ഇടപെട്ട് ഇപ്പോൾ അത് എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട്. ഇനി എവിടെ കൊണ്ടാണ് തള്ളുന്നതെന്നും അറിയില്ല. എന്താണെങ്കിലും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചീറ്റി. മാലിന്യമുക്ത കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ചില്ലുമൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന വണ്ടിയുടെ ചില്ലം താത്തി കഴിഞ്ഞാൽ വാഹനത്തിനുള്ളിൽ ഇരിക്കാൻ പറ്റാത്ത അത്ര ദുർഗന്ധം നിറഞ്ഞിട്ടുള്ള തെരുവുകൾ ഇപ്പോഴും ഉണ്ട്. പുറമെ ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാറ്റൊന്ന് ശ്വസിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ മാലിന്യമുക്തം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ ഈ ഒന്നാം ഘട്ടത്തിൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഈ CPMന്റെ ഭരണം, അല്ലെങ്കിൽ 2 ടേം അവർ ഭരിക്കുമല്ലേ, ഈ 2 ടേമിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇനി 3ാം ടേമിൽ വന്നിട്ട് എന്ത് മറിക്കുമെന്നാണ് ഇവർ പറയുന്നതെന്നാണ് മനസ്സിലാവാത്തത്. അല്ല പ്രശാന്ത്, ഇതിൽ അവർക്കുണ്ടായിരിക്കുന്നത് ഈ ചങ്ങാത്ത മുതലാളിമാരാണ് അവർക്കുണ്ടായിട്ടുള്ളത്. ചങ്ങാത്ത മുതലാളിമാരുടെ സംഭവമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ തുടർഭരണം കിട്ടുമോ എന്നുള്ള ഭയം CPM കേന്ദ്രങ്ങളെ ശക്തമായി പിടിച്ച് കുലുക്കിയിട്ടുണ്ട് എന്നുള്ളത് അവരുടെ ഇപ്പോഴത്തെ നടപടികൾ കണ്ടാൽ വ്യക്തമാണ്. ഇനിയൊരു ജയം ഉണ്ടാവില്ല എന്നും ഇനി ഇവിടെ ഒരു ജയം ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ
മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സംഭവിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിധി കേരളത്തിലും തങ്ങൾക്ക് സംഭവിക്കുമോ എന്ന് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ഘടകങ്ങൾ നന്നായി ഭയക്കുന്നുണ്ട്. സംഘടന ഭയപ്പെടുന്നുണ്ട്. സംഘടന പണ്ടേ ഭയപ്പെട്ട് തുടങ്ങിയതാണ്. സംഘടന ഭയപ്പെടുന്നുണ്ട്. സംഘടനയ്ക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള രണ്ടാം ടൈമിലെ ഭരണം സംഘടനയെ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന ചില ആൾക്കാർ, കാര്യം സംഘടന ഉണ്ടെങ്കിലേ ഇവിടെ ഭരണം ഉണ്ടാവുള്ളൂ. സംഘടന തീർന്നു. സംഘടന എങ്ങനെയെങ്കിലും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന നമ്പറുകളൊക്കെ ഇറക്കുന്നത്. ഈ പറയുന്ന ഡിവൈഎഫ്ഐയിൽ നിന്ന് വൻ കൊഴിഞ്ഞുപോക്കൊണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയിൽ ഇപ്പം കുട്ടികളുടെ എണ്ണം എടുക്കാൻ തോന്നി കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞ് ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞ യുവത്വത്തിന്റെ ഒരു പ്രസ്ഥാനമാണ്. 40 വയസ്സ് ബാർ അങ്ങോട്ട് ആയിട്ടുണ്ട് ഈ ഡിവൈഎഫ്ഐക്ക്. അതെ, ഇപ്പം ഡിവൈഎഫ്ഐയിലെ ഏജ് ബാറാണ് ഞാൻ പറഞ്ഞത്. അംഗങ്ങളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അച്ഛന്റെ പ്രായമുള്ളവരൊക്കെയാണ് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐ മെമ്പേഴ്സ്. ബ്രാഞ്ചിലേക്ക് പോയിട്ടുള്ളവരൊക്കെ എന്ന് പറഞ്ഞ് ഡിവൈഎഫ്ഐ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബ്രാഞ്ച് കമ്മിറ്റി കഴിഞ്ഞാൽ പിന്നെ ലോക്കൽ കമ്മിറ്റി, അങ്ങനെ അങ്ങ് വളർന്നു പോകേണ്ട ഒരു ഘട്ടത്തിൽ ഡിവൈഎഫ്ഐയിൽ ഇപ്പോൾ പുതിയ പിള്ളേരെ ഒന്നും കിട്ടാത്തത് കൊണ്ട് കുറച്ച് എന്താ പറയുന്നത് 80 കിഡുകൾ ഇപ്പോഴും ഡിവൈഎഫ്ഐയുടെ തലപ്പത്തിരിക്കുന്ന കാഴ്ച നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. പല സ്ഥലങ്ങളിലൊന്നല്ല, എല്ലായിടത്തും തന്നെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. ചേട്ടനും പാർട്ടിയെക്കുറിച്ച് അറിയാവുന്നതാണ്, പാർട്ടിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ചേട്ടൻ അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാണ് ഇങ്ങനെ ഒരിക്കലും നടപ്പാക്കാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ തങ്ങളെ കൊണ്ട് സാധിക്കാത്ത കുറേ പ്രലോഭനങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത് ഒരു തുടർഭരണം പിടിക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഉയരാൻ പറ്റാത്ത വിധം നെഞ്ചടിച്ച് വീഴുമെന്നുള്ള ഭയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും. അതിനകത്ത് ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരിക്കൽ കൂടെ ഭരണം വേണം എന്നുള്ളത്, അല്ല മൂന്നാമതൊരിക്കൽ കൂടെ ഭരണം എന്ന ഒരു മനസ്സിൽ കാണുന്നുണ്ട്. പക്ഷേ മൂന്നാമതൊരിക്കൽ കൂടെ ഭരണം എന്ന് പറയുമ്പോൾ ഈ ജനകീയാസൂത്രണം 94 ഒരു EMSന്റെ കാലത്ത് ഉണ്ടാക്കി 96 ഇംപ്ലിമെൻ്റ് ചെയ്തെങ്കിൽ വർഷം ഇത്രയായി. ജനകീയാസൂത്രണം നമ്മൾ കാലം ഇപ്പം ഒരു മിനിറ്റ് കഴിയും തോറും നമ്മൾ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത്, ഇപ്പം ഈ കഴിയുന്ന ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ലോകം ഇനി അടുത്ത നമ്മൾ പുറത്തിറങ്ങുമ്പോഴേ അടുത്ത മാറ്റം എന്ത് സംഭവിച്ചാൽ നമുക്കറിയാൻ പറ്റൂ. ഇപ്പം നിരത്തി നമ്മൾ കണ്ടിട്ട് കയറിയതായിരിക്കില്ല ആ നിരത്തിൽ അടുത്ത സംഭവിക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഒരു പുരോഗമനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മാറ്റമായിരിക്കാം ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ അനുദിനം മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ ജനകീയാസൂത്രണം എന്ന് പറഞ്ഞ അടുത്തൊരു നമ്പറിലേക്ക് ഇവർ പോകുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പം ഈ ദാരിദ്ര്യമുക്തം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രഖ്യാപനവും മുഖ്യമന്ത്രി അയച്ച PR വർക്കിൻ്റെ ഏറ്റവും ഒരു ഉന്നതങ്ങളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. PR ജനത്തെ പറ്റിക്കുക. ചേട്ടാ, സൈബർ ലോകം വളരെയധികം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ സൈബർ ലോകം എന്ന് പറയാൻ നിൽക്കുന്നത് സൈബർ ഇത് ഏശില്ല പ്രശാന്ത്, ഇത് ഏശില്ല. ഈ ഒരു ഞാനൊന്ന് ജസ്റ്റ് തിരുത്തോട്ടെ. അതായത് ജനകീയാസൂത്രണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമതൊരിക്കൽ കൂടെ ഇവരിത് പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾ പ്രശാന്ത് ഇറങ്ങുന്ന, അല്ലെങ്കിൽ പ്രശാന്തിന് ഒപ്പം നിൽക്കുന്ന യുവതലമുറ എന്ന് പറയുന്ന ആ യങ്സ്റ്റേഴ്സിനെ ഇവർക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല. യങ്സ്റ്റേഴ്സ് എന്താണ് ഈ മാറുന്ന ലോകത്തിനനുസരിച്ച് പോകുന്നതെന്നും അത് കണ്ടെത്താൻ ഈ ജനകീയാസൂത്രണം എന്ന് പറയുന്ന സംഭവം അന്ന് ആവശ്യമായിരുന്നു, കാലഘട്ടത്തിന്റെ ആവശ്യം. ഇന്ന് ജനകീയാസൂത്രണത്തിനൊക്കെ ഉണ്ടാവും. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ യുവത്വം സൈബർ ലോകത്താണ്. സൈബർ ലോകം എന്ന് പറയുന്നത് അതിൻ്റെ ടെക്നോളജിയുടെ പീക്കിൽ നിൽക്കുന്ന ഒരു ടൈമാണ്. അതായത് അത്രയും ഹൈയിലാണ് ഇപ്പോൾ സൈബർ നിൽക്കുന്നത്. ഓരോ കാര്യങ്ങളും വിരൽത്തുമ്പിലുള്ളപ്പോൾ ഈ പറയുന്ന തള്ളുകളെയൊക്കെ ആ നിമിഷം തന്നെ പൊളിച്ചടുക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ PR വർക്ക് ഞാൻ പറഞ്ഞു തീർത്തി. ഈ PR വർക്ക് ചെയ്യുന്നവർക്ക് അവരും ഈ പറയുന്ന എന്താ പറയുന്ന ഇന്റർനെറ്റിന്റെ ലോകത്ത് ജീവിക്കുന്നവരാണ്. അവരും ഈ പറയുന്ന സോഷ്യൽ മീഡിയകളിൽ ജീവിക്കുന്നവരാണ്. ഒരു ശക്തമായ ഒരു ഹെയ്റ്റ് ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം എതിരെ നടക്കുമ്പോൾ അതിനെ എങ്ങനെ ജനങ്ങൾക്ക് തങ്ങളോടുള്ള വെറുപ്പിനെ എങ്ങനെ ഒരു ഇഷ്ടമാക്കി മാറ്റാം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇപ്പൊ ചെയ്യുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളിലും. അല്ല പ്രശാന്ത്, ഇതിനകത്ത് ഇപ്പം ഇത്രയും ചിന്തിച്ചാൽ മതി. അതായത് ആൻറ്റി ഇൻകംപൻസി ഉണ്ട്. രണ്ടാമത് കാര്യം, ഒരു സർക്കാർ 5 വർഷം ആകുമ്പോൾ തന്നെ ജനത്തിന് അവരോടുള്ളൊരു വിരോധം ഉണ്ടാവും. 5 കഴിഞ്ഞ് 10 കടന്നു. അപ്പോൾ 10 വർഷം ആകുമ്പോഴത്തേക്ക് ആ ആൻറ്റി ഇൻകംപൻസി, അതായത് സർക്കാരിനോടുള്ള വെറുപ്പ് കൂടത്തേ ഉള്ളൂ. അതിനെ ഓവർകം ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി 2 ടൈമിലും ഒരേ മുഖമാണ് മുഖ്യമന്ത്രിയായി വന്നത്. ഈ രണ്ടാമതൊരു ടൈം ആയിട്ട് പോലും മുഖ്യമന്ത്രിയുടെ സ്വഭാവത്തിലോ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റത്തിലോ മാറ്റം ഉണ്ടായിട്ടില്ല. നമുക്ക് ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയേണ്ടി വരും. ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നേരത്തെ കോൺഗ്രസ് പാർട്ടി മാത്രമായിരുന്നു ഇവരുടെ ഒരു എതിരാളിയായി ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ BJPയും ശക്തരായിട്ടുള്ള എതിരാളികളാണ്. BJPയും ഒരു ശക്തമായ എതിരാണ് ഇവർക്കുള്ളത്. ത്രികോണ മത്സരമാണ് എല്ലായിടത്തും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നീക്കങ്ങളെ മാത്രമല്ല CPM ഭയക്കേണ്ടത്. മൂന്നാമതൊരു പാർട്ടി, അത് ദേശീയ പാർട്ടിയാണ്. BJP എന്ന് പറഞ്ഞാൽ ദേശീയ പാർട്ടിയാണ്. CPM എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രാദേശിക പാർട്ടിയുടെ ഇത് മാത്രമേ CPMനുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനായി ശ്രമിക്കുമ്പോൾ പ്രശാന്ത് പറഞ്ഞ പോലെ യങ്സ്റ്റേഴ്സ് വളരെയധികം മാറിക്കഴിഞ്ഞു. ഇവർ ഒരു വേടനെ
ചേർത്ത് നിർത്തി ഒരു പാട്ടുകാരനായ പിന്നെ വേടനെ കൂടെ ചേർത്ത് നിർത്തിയാൽ അത് ഈ പറയുന്ന യങ്സ്റ്റേഴ്സ് അവരുടെ വോട്ടൊക്കെ വേടൻ കൂടെ CPM ഉള്ളത് കൊണ്ട് വോട്ട് ചെയ്യുന്നതാണ് അവർ കരുതുന്നത്. പിന്നെ യങ്സ്റ്റേഴ്സ് ഇവിടെ ഇല്ല, യങ്സ്റ്റേഴ്സ് എല്ലാം പോയി കഴിഞ്ഞു. അപ്പം നമുക്കിവിടെ പറയാനുള്ളത് നവകേരളം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഐഡിയയുമായി സഖാക്കളെ വീട്ടിലയച്ച് ആളുകളുടെ ഒപ്പീനിയൻ എടുക്കാൻ നോക്കി പോകാൻ പോലും സഖാക്കളില്ല. ബ്രാഞ്ചിൽ ആളില്ല, ലോക്കലിൽ ആളില്ല, ഏരിയയിൽ ആളില്ല, ജില്ലയിൽ ഘടകത്തിൽ ആരുമില്ല. മാന്യമാറ്റി പെരുമാറാൻ ഒരു നല്ല സഖാവ് പോലും ഒരു ദേശത്തും അവരുടെ ഒരു കമ്മിറ്റിയിലും ഇല്ല എന്ന രീതിയിലേക്ക് പോകുമ്പോൾ അത് ചെന്ന് അവസാനിച്ചിരിക്കുന്നത് എന്താണ്? ആ സംഭവം ചീറ്റി നവകേരളത്തിന് വേണ്ടിയുള്ള ആശയം തിരഞ്ഞു പോവുക എന്ന് പറയും. എന്താണ് എന്ന് കേൾക്കാൻ വീടുകളിൽ കയറാൻ പറ്റുന്ന ആൾക്കാർ പട്ടി അയച്ചുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അതൊന്ന്. രണ്ട്, ഈ പറയുന്ന ദാരിദ്ര്യമുക്ത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് വലിയൊരു പ്രഖ്യാപനം നടത്തി. അന്ന് നമ്മൾ കണ്ടു. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ നഗരങ്ങളിൽ നമ്മൾ സഞ്ചരിച്ചാൽ തന്നെ എത്ര പേര് ശരിക്കും അവർ പറയുന്നത് അതിദാരിദ്ര്യം എന്നാണ് പറയുന്നത്, അതിദാരിദ്ര്യം ഇല്ല എന്നാണ് പറയുന്നത്. അറിയില്ല, ഏതായാലും അതന്ന് പൊളിഞ്ഞു. എങ്ങനെ? ആ സംഭവം അന്ന് പൊളിഞ്ഞു, ഈ പ്രഖ്യാപനം നടത്തേണ്ടത്. അപ്പോൾ ഏതെല്ലാം തരത്തിൽ ഭരണം തിരിച്ചുവിടുക, അവർ ഒന്ന് മാത്രം ചെയ്താൽ മതി. ഇവരുടെ മുഖ്യമന്ത്രിയായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തി അവർക്ക് മനസ്സിലായി എന്നാണ് വാർത്തകൾ കേൾക്കുന്നത്. അദ്ദേഹത്തിന് മത്സരത്തിന് ഇറക്കില്ല എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ മത്സരത്തിന് ഇറക്കില്ല, ജനം അത്ര വെറുക്കുന്നുണ്ട്. അത് സ്വാഭാവികമാണ് പ്രശാന്തേ. ഇപ്പൊ ഒരേ മുഖത്തെ 2 ടൈമിലും, കാര്യം അദ്ദേഹം മാറിയില്ല, താഴെയുള്ളവരാണ് മാറിയത്. ആ പരീക്ഷണവും പൊളിഞ്ഞുപോയി. ഇപ്പൊ മന്ത്രിമാരൊക്കെ തന്നെ ബാലഗോപാൽ എന്ത് വന്നാലും ഐസക്കിനൊപ്പം വരില്ല. പൊതുമരാമത്ത് മന്ത്രി റിയാസ് ആരുടെ ഒപ്പം വരും? സുധാകരന്റെ ഒപ്പം വരുമോ? എനിക്കറിയില്ല. ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജയുടെ ഒപ്പം വരുന്നുണ്ടോ? വീണ? ഇല്ല, ഒരിക്കലുമില്ല. അപ്പം CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ബുദ്ധി കേന്ദ്രങ്ങൾ ചില പരീക്ഷണങ്ങൾ അവർ സ്വയം ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ മേൽ, പൊതുജനത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് നമ്മളെല്ലാം സഹിച്ചോളണമെന്നാണോ? അപ്പൊ ഇനിയിപ്പം ജനകീയ ആസൂത്രണം നിങ്ങൾ 1996 ഇംപ്ലിമെന്റ് ചെയ്തു വയനാട്, അത് അന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു സാർ. ഇതിപ്പോ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോയാൽ ഇത് മാറി സാർ, കാലം മാറി. നിങ്ങൾക്ക് ഇനി ഈ ഭരണത്തിന്റെ താഴെ ഇറങ്ങിയാൽ നിങ്ങൾക്ക് കൊളുത്തു വീഴും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പായതുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയിലുള്ള പാർട്ടിയെ സംരക്ഷിക്കാൻ നിങ്ങൾ എന്ത് വേണോ ചെയ്തു. പക്ഷെ പൊതുജനങ്ങളെ ഇനി നിങ്ങൾ മക്കാരാക്കാനായിട്ട് വരരുത്. കാര്യം നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ നമ്മുടെ മേൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, അല്ലെ, ജനത്തിന്റെ മേൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്തായാലും ഇത് ജനം ഇത് നേരത്തെ തന്നെ ഇത് അറിയുന്നത് നല്ലതാണ്. ഇപ്പോ ഒരു പ്രമുഖ ദിനപത്രത്തിൽ ഇടത് ചായ്വുള്ള വാർത്തകൾ, അതായത് ഇടത് ചായ്വ് പ്രത്യേകിച്ച് CPM ബീറ്റ് നോക്കുന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ വാർത്തയാണിത്. ഇത് ശരിയാവാനാണ് സാധ്യത. ഇത് വരാൻ ഞാൻ പറഞ്ഞത് എന്താണെങ്കിലും ഇങ്ങനെയുള്ള തള്ളുകൾ കൊണ്ട് ഇനിയൊരു തുടർ ഭരണം കൂടി കമ്മ്യൂണിസ്റ്റ് എന്തായാലും ജനം അടുത്തിരിക്കുന്നു. അല്ല, നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. നമ്മൾ വിലയിരുത്തുവാനായിട്ട് നമ്മൾ ആരും ജ്യോതിഷികളല്ലല്ലോ. നമുക്ക് ജ്യോതിഷികളല്ല എന്നുണ്ടെങ്കിൽ പഠിക്കുന്ന ആൾക്കാർ പറയുമ്പോഴും ഒരു കാര്യം കൂടി ചേട്ടാ ചിന്തിക്കണം. എന്തൊക്കെ പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകൾ പുറത്തേക്ക് എവിടത്തേക്കും പോവില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രശാന്ത് അത്ര കണ്ട് അന്തം കമ്മികളൊന്നും ഇപ്പൊ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് ഇപ്പൊ നമ്മൾ കണ്ടതാണ് ഇടത് ചിന്തകർ, സൈദ്ധാന്തികർ, അവർ പറഞ്ഞു കേരളത്തിൽ ഇടത് പക്ഷം വേണമെന്നുണ്ടെങ്കിൽ ഇടതെന്ന് പറയുന്നത് ഈ പറയുന്ന ബൂർഷോ അല്ലാതെ ഒന്നും മാറി ചിന്തിക്കുന്നതാണ്. അത് അങ്ങനെയുള്ള ഒരു കൂട്ടം ജനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ റീത്തിവെക്കൽ പരിപാടിയൊക്കെ നിങ്ങൾ നിർത്തണം. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്ന് മാത്രമേ ഇതിന്റെ ചുരുക്കെടുത്ത് പറയാം. ഒരു മുഖത്തെ ഒരേപോലെ 10 കൊല്ലം കണ്ട് വെറുത്തിരിക്കുന്ന ജനത, അതിനെ മാറ്റാൻ ഇനി എന്തെങ്കിലും ചിന്ത പാർട്ടിക്കകത്ത് ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞ പോലെ ചിലപ്പോൾ പെട്ടിക്കകത്ത് ഒരു വോട്ട് വീഴാൻ സാധ്യത, മാറ്റങ്ങൾ വരട്ടെ. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രം.